ഇതിന്റെ ഐതിഹ്യം എന്ന് പറയുന്നത് പന്തളം രാജസ്ഥാനിൽ അയ്യപ്പൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അയ്യപ്പന് ഉണ്ടായിട്ടുള്ള ദോഷങ്ങളെ തീർക്കുന്നതിന് വേണ്ടിയിട്ട് അന്നത്തെ മഹാരാജാവ് വേലന്മാരെ ക്ഷണിച്ചു വരുത്തി മറുപടി പാടിച്ച് ദോഷങ്ങളെ തീർത്തു എന്നാണ് ഇതിന്റെ ഐതിഹ്യം. പരമശിവൻ മഹാദേവനായ പരമശിവന്റെ സന്തത പരമ്പരകളാണ് വേലൻ സമുദായക്കാർ എന്നാണ് പറയപ്പെടുന്നത്. പാലാഴി വന്ന കാലഘട്ടത്തിൽ മഹാവിഷ്ണുണ്ടായ ദോഷങ്ങളെ തീർക്കുന്നതിന് വേണ്ടിയിട്ട് മഹാദേവനും പാർവതിയും അർമുഖനും ഗണപതിയും വേലനും വേലത്തിയായി അവതരിച്ചു എന്നാണ് ഇതിന്റെ ചരിത്രം. അതിനുശേഷം 14 കുടുംബത്തിൽ അയ്യപ്പനുണ്ടായി. അയ്യപ്പൻ ദോഷങ്ങൾ തീർക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളെ ക്ഷണിച്ചു വരുത്തി അവിടെ പുറകോട്ടി പാടി. അതിനുശേഷം ശബരിമലയിൽ അയ്യപ്പൻ വിഗ്രഹത്തിൽ വിലയി പ്രാപിച്ചതിന് ശേഷം പിന്നെ അഗ്നിവാദ അതുപോലെ അനിഷ്ട സംഭവങ്ങൾ നടന്നപ്പോൾ ആ ദോഷങ്ങൾക്ക് പരിഹാരങ്ങളുടെ ഭാഗമായിട്ട് വേലമാരെ ക്ഷണിച്ചു വരികയും പുറകോട്ടി പാടിച്ച് ദോഷങ്ങൾ തീർത്തതിന് ശേഷം മാത്രമേ 18 പടി ചവിട്ടാൻ പാടുള്ളൂ എന്ന് രാജകൽപ്പന ഉണ്ടായിട്ടുണ്ട്. അതിന് പ്രകാരം ഒരു 40-50 വർഷം മുമ്പ് വരെ 18 പടി താഴെയായിരുന്നു ഈ പറകുട്ടിപ്പാട്ട് എന്ന ചടങ്ങ് നടന്നു പോന്നിരുന്നത്. കേശാദിവാദം എന്ന മന്ത്രമാണ് ഞങ്ങൾ ജപിക്കുന്നത്. ഈ വാദ്യത്തിന്റെ പേര് പറയുന്നതാണ്. ഇതിന്റെ മുന്നിലിരിക്കുന്ന ആളിനെ ഭഗവാൻ അയ്യപ്പനായിട്ടും അയ്യപ്പസ്വാമി എന്നും പറയ്ക്ക് മുന്നിലിരിക്കുന്ന ആളിനെ മഹാദേവൻ എന്നാണ് സങ്കല്പം. മുന്നിലിരിക്കുന്ന സ്വാമിയുടെ കേശം തലമുടി മുതൽ പാദം വരെയുള്ള ദോഷങ്ങളെ ഓതി ഇറക്കുന്നതാണ് ഈ മന്ത്രം, കേശാദിവാദം എന്ന മന്ത്രം. പറയും ഞങ്ങൾ കുട്ടുന്നത് മന്ത്രമാണ്. ഇതെല്ലാം അമർത്തിയൊന്ന് അടിച്ചാൽ ഓം എന്ന് പറഞ്ഞു. ശക്തി, ശിവശക്തി, 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 ഉണരുക 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 ഹൂംപർശക എന്നാണ് ഞങ്ങൾ പറയൽപ്പെട്ടത്. അതുകൊണ്ട് പറ വെച്ച് ഓതുക എന്നാണ് പറയുന്നത്. പറ കൊണ്ട് പറയുക എന്നാണ് അതിന്റെ അർത്ഥം. ഞങ്ങൾ നാവുകൊണ്ട് പറയുന്നത് മന്ത്രമാണ്, കേശാദിവാദം എന്ന മന്ത്രം. ഇതിലൂടെ ഈ ഇരിക്കുന്ന ആളിന്റെ കുടുംബത്തിലുള്ള ദോഷങ്ങളും ആളിന്റെ ശരീരത്തിലുള്ള ദോഷങ്ങളും ഗർഭ ദോഷങ്ങളും സർവ്വദോഷങ്ങളും മാറി കുടുംബത്തിൽ ഐശ്വര്യം, ശരീരത്തിന്റെ ആരോഗ്യം എല്ലാം വന്നു ചേരുക എന്നതാണ് ഈ ചടങ്ങുകൊണ്ടുള്ള പ്രാധാന്യം. മഹത്വം.